കൂൺഗ്രാമം പദ്ധതി പ്രകാരം പെരിഞ്ഞനത്ത് നടത്തിയ ചിപ്പിക്കൂൺ കൃഷി വിളവെടുത്തു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി അടിസ്ഥാനമാക്കി തീരദേശ മേഖലയിലെ കാർഷിക ശാക്തീകരണത്തിനായി കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മതിലകം ബ്ലോക്കിന് കീഴിൽ കൂൺഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത്. പെരിഞ്ഞനം 10-ാം വാർഡിൽ കാരയിൽ ജ്യോതി സുനിൽകുമാർ, പുന്നിലത്ത് നദീറ ഹനീഫ എന്നിവരാണ് കൂൺ കൃഷി വിജയകരമായി വിളയിച്ചത്. ഇ.ടി. ടൈസൺ എം.എൽ.എ കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസമോൾ സൈമൺ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.K. അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ E.R. ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K.A. കരീം, CDS ചെയർപേഴ്സൺ സരിത കണ്ണൻ, കൃഷി ഓഫീസർ P.A. നാനു, കർഷകരായ ജ്യോതി, നദീറ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല രീതിയിലുള്ള ഗോബി മഞ്ചൂരി എന്നൊക്കെ പറഞ്ഞ് വേറെ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇത് വളരെ വെറൈറ്റി ആയിട്ട് വളരെ നല്ല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുക, നല്ല ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പം തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ മുഴുവൻ അറിഞ്ഞുകൂടാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ കാർഷിക വൃത്തി വളരെ ഗൗരവപ്പെട്ട സമീപനം എടുക്കുന്നതാണ്. പണ്ടുള്ള കാര്യം എന്താണെന്നറിയോ, വളരെ മുഷിഞ്ഞ പണിയെടുക്കുന്ന ആളുകളാണ് ഈ കൃഷിക്കാരെന്നാണ് വെപ്പ്. വളരെ മുഷിഞ്ഞ പണി. ആ ഒരു വീട് കണ്ടാൽ അറിയാൻ പറ്റും. അവിടെ വൈക്കോല്, ഇവിടെ ചാണകം, അവിടെ മറ്റേത്, അവിടെ രാവിലെയും രാത്രിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളുടെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. കുറച്ചുകൂടി സയൻറ്റിഫിക്കായി അല്ലേ, കണ്ടാലൊന്നും ഒരു കൃഷിക്കാരനും തോന്നുന്നില്ല. രൂപത്തിൽ കൃഷിക്കാരനും ചിലപ്പോൾ തോന്നില്ല. അവർക്ക് അതിൻ്റെ രീതികൾ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ ഇവിടുത്തെ ഹേമലത രാജകുട്ടൻ പറഞ്ഞ പോലെ ഉള്ള ആളുകളുണ്ടായി. ഇത് കുറച്ചുകൂടി ഗൗരവപ്പെട്ട അർത്ഥത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയ